Exercise 1 to 10 show that the given differential equation is a homogeneous. എങ്ങനെയാണ് homogeneous എന്ന് കാണിക്കുന്നത്? x square plus xy dy equal to x square plus y square dx എന്നാണ്. അതിന് റീഅറേഞ്ച് ചെയ്ത dy by dx equal to x square plus y square by x square plus xy എന്ന് എഴുതാം. അതാണ് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. എക്സിന് വരും കെ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക, വൈക്ക് വരും കെ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കെ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് കെ വൈ ഹോൾ സ്ക്വയർ ബൈ കെ എക്സ് ഹോൾ സ്ക്വയർ ബൈ കെ എക്സ് ടൈംസ് കെ വൈ എന്ന് കിട്ടും. ന്യൂമിനേറ്റർ എന്നൊരു കെ സ്ക്വയർ വെളി കിട്ടും, ഡിനോമിനേറ്റർ എന്നൊരു കെ സ്ക്വയർ വെളി കിട്ടും. രണ്ടും കൂടെ ക്യാൻസൽ വരും. കെ റൈസ് ടു 0 ടൈം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അവിടെ ഒരു നെറ്റ് ആയിട്ടൊരു ഡിഗ്രി ഇല്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹോമോജീനിയസ് എന്ന് വിളിക്കാം. ഒരു ഫംഗ്ഷൻ ഹോമോജീനിയസ് ആകണമെന്നുണ്ടെങ്കിൽ എക്സിന് വരും കെ എക്സ് എന്നും വൈക്ക് വരും കെ വൈ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിന് വരും കെ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ എക്സ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടണം. വൈക്ക് പകരം കെ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ വൈ ഹോൾ സ്ക്വയർ എന്ന് കിട്ടണം. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള കണ്ടുപിടിച്ചു, ഡി വൈ ബൈ ഡി എക്സ്. അതെന്ത് ചെയ്താണ്? ഇതിനെ ജസ്റ്റ് നേരെ ഡിനോമിനേറ്ററിലോട്ട് എടുത്താൽ മതി. കാരണം ഇവിടെ നമ്മൾ ചെയ്തത് എന്ന് പറയുന്നത് എന്താണ്? ഡി എക്സ് എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ഏതാണ്? ഈ ഒരു ടേമിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. സോ എഫ് എക്സ് വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ എന്ന് എഴുതാം. എക്സിന് പകരം കെ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു, വൈക്ക് പകരം കെ വൈ എന്നും. എക്സിന് പകരം കെ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, വൈക്ക് പകരം കെ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ എഫ് ഓഫ് കെ എക്സ് കെ വൈക്ക് പകരം കെ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് കെ വൈ ഹോൾ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ കെ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് കെ വൈ ഹോൾ സ്ക്വയർ ബൈ കെ എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് കെ വൈ എന്ന് കിട്ടി. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു കെ സ്ക്വയർ വെളിയിലെടുക്കാം. കെ സ്ക്വയർ വെളിയിലെടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു കെ സ്ക്വയർ വെളിയിലെടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ എന്ന് എഴുതാം. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകും. നെറ്റായിട്ടൊരു ഡിഗ്രി ഇല്ല. അങ്ങനെ ഒരു ഇക്വേഷൻ ഇനി ഇവിടെ ഒരു കെ റൈസ് ടു 1 എന്ന് വല്ലതും കിട്ടിയ ഹോമോജീനിയസ് അല്ല. ഇങ്ങനെ കെ റൈസ് ടു 0 എന്ന് കിട്ടിയോണ്ട് ഇത് എന്താണ്? ഹോമോജീനിയസ് ആകുക. ഇതുപോലുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഫസ്റ്റ് y ഈക്വൽ ടു വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വൈക്ക് പകരം വി എക്സ്. ഇപ്പൊ ഡി വൈ ബൈ ഡി എക്സ് എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. എന്താണ്? ഫസ്റ്റ് വൺ ടൈം ഡെറിവേറ്റീവ് സെക്കൻഡ് വൺ പ്ലസ് സെക്കൻഡ് വൺ ടൈം. ഇതേതാണ്? പ്രോഡക്റ്റ് റൂള്. പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്തു. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഏത് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് വൺ ടൈംസ് വി ടൈം ഡെറിവേറ്റീവ് സെക്കൻഡ് വൺ 1 കിട്ടും, സെക്കൻഡ് വൺ ടൈംസ് ഡെറിവേറ്റീവ് ഫസ്റ്റ് വൺ. അതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സിന് വരും നമുക്ക് പ്രോഡക്റ്റ് റൂൾ നമുക്ക് എന്ത് ചെയ്തത്? അപ്ലൈ ചെയ്തത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിന് വരും വി പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് വരും. എവിടെ വൈ ഉണ്ടോ അവിടെയെല്ലാം വി എക്സ് എന്ന് ഇട്ട് കൊടുക്കുക. എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് വെളിയിൽ എടുക്കുക, കട്ട് ചെയ്ത് പോകും. 1 പ്ലസ് വി സ്ക്വയർ ബൈ 1 പ്ലസ് വി എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ കിട്ടും. ഇനി ഈ വി എന്നുള്ള ടേമിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആക്കണം. വി എക്സ് ഡി വി ബൈ ഡി എക്സ് 1 പ്ലസ് വി സ്ക്വയർ ബൈ 1 പ്ലസ് വി മൈനസ് വി എന്ന് വരും. മൈനസ് വി എന്നുള്ള ടേമിൻ്റെ ഡിനോമിനേറ്ററിനെ നമ്മൾ എന്താക്കണം? ഐഡൻറ്റിക്കൽ ആക്കണം. അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്തത്? 1 പ്ലസ് വി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അതായത് ഇവിടുത്തെ മൈനസ് വിക്ക് വരും, ഞാൻ എന്തെന്ന് എഴുതി? മൈനസ് വി ടൈംസ് 1 പ്ലസ് വി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അത് സിംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് മൈനസ് വി സ്ക്വയർ എന്നുള്ളൊരു ടേം കിട്ടിയത്. മൈനസ് വി സ്ക്വയറും കൂടെ കട്ട് ചെയ്ത് പോകും. സോ 1 മൈനസ് വി ബൈ 1 പ്ലസ് വി എന്നാകും. അതിനെ റീഅറേഞ്ച് ചെയ്താൽ 1 പ്ലസ് വി ബൈ 1 മൈനസ് വി ഡി ബി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ എക്സ് എന്നുള്ളൊരു ടേം കിട്ടും. ജസ്റ്റ് എന്താണ്? വിയെ ഓപ്പോസിറ്റ് സൈഡിലെടുത്തു, ഡിനോമിനേറ്ററിനെ എന്താക്കി? ആ ഡിനോമിനേറ്റർ 1 എന്ന് കിടന്ന ടൈമിനെ എന്താക്കി? 1 പ്ലസ് വി ആക്കി. അത്രയും ട്രാൻസ്ഫർമേഷനാണ് ചെയ്തത്. എന്നിട്ട് റീഅറേഞ്ച് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടി? എക്സ്പ്രഷൻ കിട്ടി. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1 പ്ലസ് ഏതാണ്? 1 പ്ലസ് വിക്ക് വരെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. എന്താണ്? 1 മൈനസ് വി എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കണം. കറക്റ്റ് അല്ലേ? 1 പ്ലസ് വി എന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ രണ്ട് സൈഡിലും എന്താണ്? റീഅറേഞ്ച് ചെയ്യുകയാണ്. 1 മൈനസ് വി എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ 1ന് പകരം എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്തു? ഇതുപോലെ 2 മൈനസ് 1 മൈനസ് വി. കാരണം അതുകൊണ്ടാണ് 1 ബൈ എക്സ് ഡി എക്സ് ലോഗ് എക്സ് ആണ്. ഡിനോമിനേറ്റർ 1 മൈനസ് വി അല്ല, ന്യൂമിനേറ്ററിൽ 1 മൈനസ് വി കൊണ്ടുവരണം. അതുകൊണ്ടാണ് 1 പ്ലസ് 1 വരെ എന്ത് കിട്ടും? 2 കിട്ടും. മൈനസ് വെളിയിലെടുത്ത 1 മൈനസ് വി കിട്ടും. സോ അപ്പോൾ അത് 2 ബൈ 1 മൈനസ് വി മൈനസ് 1 ഡി വി എന്ന് കിട്ടും. 2 ബൈ 1 മൈനസ് വി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ലോഗ് 1 മൈനസ് വി ബൈ മൈനസ് 1 എന്ത് ചെയ്യണം? ചെയിൻ റൂൾ ഇൻ ഇൻറ്റഗ്രേഷൻ.
മൈനസ് വി ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്നുള്ള എന്ത് കിട്ടും, എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അതായത് ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 2 മൈനസ് 1 പ്ലസ് വി ബൈ 1 മൈനസ് വി റീഅറേഞ്ച് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു മൈനസ് വെളി എടുത്താൽ ഈ 1 പ്ലസ് വി മൈനസ് ഓഫ് 1 മൈനസ് വി ആവും. 2 ബൈ 1 മൈനസ് വി ഇവിടെ കാണുന്നു, 1 മൈനസ് വി ബൈ 1 മൈനസ് വി മൈനസ് 1 ആകുന്നു. 2 ലോഗ് 1 മൈനസ് വി ബൈ മൈനസ് 1 മൈനസ് വി ലോഗ് എക്സ് പ്ലസ് സി എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടുന്നു. Now മൈനസ് 2 ലോഗ് 1 മൈനസ് വി മൈനസ് വി ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. ഇനി നമ്മൾ ഏത് വി കിട്ടിയാലും വൈ ബൈ എക്സ് എന്ന് ഇട്ട് കൊടുക്കുക. സോ മൈനസ് 2 ലോഗ് 1 മൈനസ് വിക്ക് വരെ വൈ മൈനസ് എക്സ് മൈനസ് വൈ ബൈ എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. റീഅറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും, 2 ലോഗ് 1 മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൊത്തം ഒരു മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ലോഗ് എക്സ് മൈനസ് സി എന്ന് കിട്ടും. മൈനസ് ലോഗ് എക്സിനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക, ഈ 2 ഫ്രണ്ടിലോട്ട് വരും. ലോഗ് എത്ര കിട്ടും, എക്സ് മൈനസ് വൈ ബൈ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ലോഗ് എക്സ് മൈനസ് വൈ ബൈ എക്സ് മൈനസ് സി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, നൗ ഓക്കെ, അടുത്തത് ഈ 2 എന്നുള്ള പവറാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഈ വൈ ബൈ എക്സ് എന്നുള്ള പവർ ഇങ്ങോട്ടും പോയി, അത്രയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി വരും. ഇതേതാണ് ലോഗ് എ ബി, ലോഗ് എ ബിയുടെ പ്രോഡക്റ്റ് ഫോർമുല എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ലോഗ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ടൈംസ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് മൈനസ് സി എന്ന് കിട്ടും. ഇനി എക്സ്പൊണൻഷ്യലോട്ട് എന്ത് ചെയ്താൽ മതി, കൺവേർട്ട് ചെയ്താൽ മതി. കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ റേസ്റ്റ് മൈനസ് സി എന്നൊരു ടേം വരും. ഇതിനെ എന്ത് ചെയ്താൽ സിംപ്ലിഫൈ ചെയ്താൽ ഈ റേസ്റ്റ് മൈനസ് വൈ ബൈ എക്സ് മൈനസ് സി എന്നൊരു ടേം കിട്ടും. ഈ റേസ്റ്റ് വൈ ബൈ എക്സ് മൈനസ് സി എന്നൊരു ടേം കിട്ടും. അതിന് വരും ഈ റേസ്റ്റ് നമുക്ക് എന്തെന്ന് എഴുതാം, മൈനസ് സി എന്ന് എഴുതാം. കാരണം എന്തുകൊണ്ടാണ്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് വൈ ബൈ എക്സ് ടൈംസ് ഇ റേസ് ടു മൈനസ് സി എന്ന് എഴുതാം. ഇ റേസ് ടു മൈനസ് സി വേറൊരു കോൺസ്റ്റന്റ് എന്ന് എഴുതുക. അപ്പം നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും, സി എക്സ് ടൈംസ് ഇ റേസ് ടു മൈനസ് വൈ ബൈ എക്സ് എന്നുള്ളൊരു ഫൈനൽ ടൈം കിട്ടും. ഇൻ ഈച്ച് ഓഫ് ദി എക്സസൈസ് എന്താണ്, ഷോ ദാറ്റ് ഗിവൻ ഹോമോജീനിയസ് ആൻഡ് സോൾവ്. നമ്മൾ ആദ്യം ഇത് എന്താണെന്ന് നാം ഹോമോജീനിയസ് ആണെന്ന് കാണിക്കണം. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് കോസ് എക്സ് ബൈ വൈ ബൈ എക്സ് പ്ലസ് വൈ സൈൻ വൈ ബൈ എക്സ് വൈ സൈൻ വൈ ബൈ എക്സ് മൈനസ് എക്സ് കോസ് വൈ ബൈ എക്സ് ടൈംസ് വൈ ബൈ എക്സ് എന്ന് വരും. എക്സിന് കെ എക്സ് എന്ന് കൊടുക്കുക, വൈക്ക് കെ വൈ എന്ന് കൊടുക്കുക. ഇവിടെ കെ എക്സ് വരും, കെ വൈ ബൈ കെ എക്സ് കിട്ടും. ഇവിടെയും കെ വൈ വരും, ഇവിടെയും കെ വൈ ബൈ കെ എക്സ് വരും. ഇവിടെ വൈക്ക് വരും കെ വൈ വരും. ഇവിടെയും കെ വൈ സൈൻ കെ വൈ ബൈ കെ എക്സ് മൈനസ് കെ എക്സ് വരും, കെ വൈ ബൈ കെ എക്സ്. ഈ ഉള്ളിലുള്ള എല്ലാ കെയും എന്ത് ചെയ്തും കട്ട് ചെയ്ത് പോകും. ന്യൂമറേറ്ററിൽ നിന്നൊരു കെ സ്ക്വയർ വില വരും, ഡിനോമിനേറ്ററിൽ നിന്നൊരു കെ സ്ക്വയറും വില വരും. അപ്പോൾ കെ റേഷ്യോ 0 ടൈംസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അങ്ങനെ നമുക്കിത് എന്താണെന്ന് എഴുതി വെക്കാൻ സാധിക്കും, ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണെന്നുള്ള എന്ത് ചെയ്യാൻ സാധിക്കും, എക്സ്പ്ലെയിൻ ചെയ്തതിന് വേണ്ടിയിട്ട് സാധിക്കും. വൈക്ക് വരും വി എക്സ് എന്ന് ഇട്ട് കൊടുത്തു. സോ ഡി വൈ ബൈ ഡി എക്സ് പണ്ട് പറഞ്ഞ പോലെ തന്നെ എന്താണ്, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് 1 ടൈം ഡെറിവേറ്റീവ് സെക്കൻഡ് 1 വരും, പ്ലസ് സെക്കൻഡ് 1 ടൈം ഡെറിവേറ്റീവ് ഫസ്റ്റ് 1. സോ വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സിന് വരും. എവിടെ വൈ ബൈ എക്സ് കാണും അവിടെ കൊണ്ട് വി കൊടുക്കുക. സോ എക്സ് കോസ് വി, വി സൈൻ വി, വി എക്സ് വൈക്ക് വരും വി എക്സ് എന്ന് കൊടുക്കുക. വി എക്സ് സൈൻ വി, വൈക്ക് വരും വി എക്സ് എന്നും കൊടുത്തു. ഇവിടെ ഈ ഒരു വൈക്ക് വരും വി എക്സ് സൈൻ വി എക്സ് കോസ് വി ടൈംസ് എക്സ് എന്ന് കൊടുത്തു. ആ ഒരു പാറ്റേൺ നോക്കുക, എവിടെയൊക്കെ വൈ കാണുന്നോ അവിടെയെല്ലാം കൊണ്ടുപോയി നമ്മൾ വി എക്സ് എന്ന് കൊടുത്തു. ഇവിടെയും വൈ കണ്ടു, നമ്മൾ വി എക്സ് എന്ന് കൊടുത്തു, ആണ് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ എവിടെ വൈ ബൈ എക്സ് കണ്ടോ, വൈ ബൈ എക്സ് കണ്ടോ, വൈ ബൈ എക്സിന് വരെ നമ്മൾ എന്തെന്ന് കൊടുത്തു, വി എന്ന് കൊടുത്തു. അപ്പം നമുക്ക് എക്സ് കോമൺ ആയിട്ട് വെളിയിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് കളയുക.
നമുക്ക് എത്ര കിട്ടും? വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് കോസ് വി വി സൈൻ വി ടൈംസ് വി ഡിവൈഡഡ് ബൈ വി സൈൻ വി മൈനസ് കോസ് വി എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. അപ്പം എക്സ് ഡി വി ബൈ ഡി എക്സ് എത്ര കിട്ടും? മൈനസ് ഈ ഒരു എക്സ്പ്രഷൻ കോസ് വി പ്ലസ് വി സൈൻ വി ടൈംസ് വി ബൈ വി സൈൻ വി മൈനസ് കോസ് വി മൈനസ് വി എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. നമ്മൾ വി എന്നുള്ളതിന് വരെ എന്ത് എഴുതും? ഇനി വി ബൈ 1 എന്ന് എഴുതാം. ന്യൂമിനേറ്ററിനും ഡിനോമിനേറ്ററിനെയും ഒരേ വാല്യൂ വെച്ച് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്ത് ഏതായിരിക്കും? വി സൈൻ വി മൈനസ് കോസ് വി എന്ന് പറയുന്ന വാല്യൂ വെച്ച് എന്ത് ചെയ്യുക? വി സൈൻ വി കോസ് വി എന്ന് പറയുന്ന വാല്യൂ വെച്ച് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മൈനസ് വി സ്ക്വയർ സൈൻ വി പ്ലസ് വി കോസ് വി എന്നുള്ളൊരു ആൻസർ കിട്ടും. ന്യൂമിനേറ്ററിലെ കോമൺ ടൈമുകൾ എന്ത് ചെയ്യുക? വി സ്ക്വയർ സൈൻ വി സ്ക്വയർ സൈൻ വി കൂടെ ക്യാൻസൽ ചെയ്യുക. സോ 2v കോസ് വി ബൈ വി സൈൻ വി മൈനസ് കോസ് വി എന്നൊരു എക്സ്പ്രഷൻ കിട്ടും. വി എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുക. വി സൈൻ വി മൈനസ് കോസ് വി ബൈ 2v കോസ് വി ടൈംസ് ഡി വി 1/x dx എന്നുള്ളൊരു എന്ത് കിട്ടും? എക്സ്പ്രഷൻ കിട്ടും. ഇനി നമ്മുടെ വി സൈൻ വി ബൈ 2v കോസ് വി മൈനസ് കോസ് വി ബൈ 2v കോസ് വി ഡി വി ഈക്വൽ ടു dx ബൈ x എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളതിനെ എന്ത് ചെയ്യാം? രണ്ടായിട്ട് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക. സോ വി സൈൻ വി ബൈ 2v കോസ് വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? വിയും വിയും കൂടെ കട്ട് ചെയ്ത് പോകാം. സൈൻ വി ബൈ കോസ് വി ടാൻ വി ഡി വി കിട്ടും. അതർ ടൈം എത്ര കിട്ടും? കോസ് വിയും കോസ് വിയും കൂടെ കട്ട് ചെയ്ത് മൈനസ് 1/2v ഡി വി എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലെത്തും. ഓക്കെ, രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ടാൻ വിയുടെ ഇൻ്റഗ്രൽ എത്രയാണ്? ലോഗ് സീക്വി എന്ന് കിട്ടും. ഇത് 1/2 ലോഗ് വി കിട്ടും. ഇത് 1 ലോഗ് എക്സ് എന്ന് കിട്ടും. എല്ലാ സൈഡിൽ ലോഗ് ആയിരുന്നു. കോൺസ്റ്റൻറ്റ് ലോഗ് കെ എന്ന് എടുക്കുക. മൊത്തം ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ലോഗ് സീക്വി മൈനസ് ലോഗ് വി ഈസ് ഈക്വൽ ടു 2 ലോഗ് കെ എക്സ് എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലോഗ് വൈ സീക്ക് വൈ ബൈ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? കാരണം എന്തുകൊണ്ടാണ്? വിക്ക് വരും വൈ ബൈ എക്സ് എന്ന് കൊടുക്കുക. നമുക്കത് സീക്ക് വി ബൈ വി എന്ന് കിട്ടും. കാരണം ലോഗ് സീക്ക് വി ബൈ വി സീക്ക് വി ബൈ വി എന്ന് കിട്ടും. ഓക്കെ, ആ വിക്ക് വരും വൈ ബൈ ലോഗ് സീക്ക് വൈ ബൈ എക്സ് മൈനസ് ലോഗ് വൈ ബൈ എക്സ് ഈക്വൽ ടു 2 ലോഗ് കെ എക്സ് എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ലോഗ് ഇത് ഡിവൈഡഡ് ബൈ വൈ ബൈ എക്സ് എന്ന് വരും. കാരണം ഈ ഒരു ടൈം സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ലോഗ് സീക്ക് വൈ ബൈ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ വൈ ബൈ എക്സ് എന്ന് കിട്ടും. ലോഗ് കെ എക്സ് സ്ക്വയർ. അതാണ് സിംപ്ലിഫൈഡ് ആയിട്ട് എന്തായിട്ട് വരുന്നത്? ഈ 1/y/x എന്നുള്ളത് x/y ആയിട്ട് മാറും. ലോഗിനുള്ളിലെ വാല്യൂ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? x/y സീക്ക് y/x ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ x/y ലോഗ് സീക്ക് y/x ഈക്വൽ ടു കെ സ്ക്വയർ എക്സ് സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. 1/xy എന്ത് ചെയ്യാണ്? എക്സ് രണ്ട് സൈഡിൽ നിന്ന് കൂടെ ക്യാൻസൽ ചെയ്യുക. 1/xy കോസ് xy ബൈ y ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് എഴുതാം. അതിനെ റീഅറേഞ്ച് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഒരു എക്സും കൂടെ കട്ട് ചെയ്ത് പോകുന്നു. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1/xy കോസ് y/x. കാരണം എന്തുകൊണ്ടാണ്? ഈ എക്സ് താഴോട്ട് വരും. സോ xy കോസ് y/x 1/k സ്ക്വയർ എന്ന് കിട്ടും. 1/k സ്ക്വയർ വരും കോൺസ്റ്റന്റ് എന്നിട്ട് കൊടുത്താൽ xy കോസ് y/x ഈക്വൽ ടു c എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടും. For each of the differential equation in exercise 11 and 15, find the particular solution satisfying the given condition. dy by dx minus y/x plus cosec y/x equal to 0, y equal to 0 when x equal to 1. അവിടെ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ്. ആദ്യമേ റീഅറേഞ്ച് ചെയ്യുക. dy by dx y/x മൈനസ് cosec y/x എന്ന് എഴുതുക. സോ എക്സിന് വരും കെ എക്സ് എന്ന് ഇട്ടെടുക്കുക, വൈക്ക് വരും കെ വൈ എന്ന് ഇട്ടെടുക്കുക. സോ കെ എക്സ് ബൈ കെ വൈ മൈനസ് cosec kx by ky എന്ന് കിട്ടും. നെറ്റായിട്ട് കെ റേസ്റ്റ് 0 ടൈം എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എന്താണ്? ഹോമോജീനി. ഇപ്പോൾ വൈക്ക് വരും വി എക്സ് എന്നിട്ട് കൊടുത്തു. ഡി വൈ ബൈ ഡി എക്സ് വി പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. സോ വി പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് എത്ര കിട്ടും? വൈക്ക് വരും വി എക്സ് എന്നിട്ട് കൊടുക്കൂ. വി എക്സ് ബൈ എക്സ് മൈനസ് കോസ് ബി ബൈ എക്സ് എന്ന് വരും.
അതിന് കറസ്പോണ്ടിങ് ബി മൈനസ് കൊസീക് വി എന്ന് കിട്ടും. റീഅറേഞ്ച് ചെയ്താൽ എക്സ് ഡി വി ബൈ ഡി എക്സ് മൈനസ് കൊസീക് വി എന്ന് കിട്ടും. കാരണം ബിയും ബിയും കൂടെ എന്ത് ചെയ്യും, ഈ രണ്ട് വിയും കൂടെ എന്ത് ചെയ്ത് പോകും, ഈ വിയും ഈ വിയും കൂടെ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 by cosec v dv minus 1 by x dx എന്ന് കിട്ടും. 1 by cosec v dv minus 1 by x dx. Integrate 1 by cosec v sin v കിട്ടും minus 1 by x dx. So minus cosec v minus log x plus c എന്നൊരു ടേം കിട്ടും. അടുത്ത വിക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക, മൈനസ് 5 by x മൈനസ് log x plus c, y 0 x 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. സോ cos 0 വരും, ലോഗ് 1 0 കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിയുടെ വാല്യൂ എത്ര കിട്ടും, ഇതിൻ്റെ വാല്യൂ 0 ആയിട്ട് പോകും. സോ സിയുടെ വാല്യൂ എത്ര കിട്ടും, -1 എന്ന് കിട്ടും. സോ മൈനസ് കോസ് 5 by x മൈനസ് ലോഗ് എക്സ് -1 എന്ന് കിട്ടും. മൊത്തം ഒരു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ കോസ് 5 by x ലോഗ് എക്സ് 1 വരും ലോഗ് ഇ എന്ന് എഴുതാം. റീഅറേഞ്ച് ചെയ്ത് നമുക്കത് എഴുതാം കോസ് എക്സ് വൈ ഈക്വൽ ടു ലോഗ് ഇ എക്സ്. ഇതാണ് ഇതിൻ്റെ എന്ത് ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്.